ഹാഫിദ് ഇബ്നു അഹ്മദ് അൽ ഹക്കമി റഹിമഹുല്ല അവരുടെ കവിത സുല്ലമുൽ ഉസൂൽ ഇലാ മബാഹിസി ഇൽമുൽ ഉസൂൽ, ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ എന്നീ വിഷയങ്ങൾ സംബന്ധിച്ച് ഫാസുലുൻ യജ്മഉ മഅനാ ഹദീസ് ജിബ്രീൽ അൽ മഷ്ഹൂർ ഫി തഅലീമിന അദ്ദീൻ വഅന്നഹു യൻഖസിമു ഇലാ സലാസി മറാത്തിബ അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാനു വബയാനു കുല്ലി മിൻഹ എന്ന ഫസ്ൽ തുടരുകയാണ്. ഈമാനിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അന്ത്യനാളിലുള്ള വിശ്വാസം പറഞ്ഞു. അന്ത്യനാളിലെ ഓരോ വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് ഖദറിലുള്ള വിശ്വാസം, പിന്നീട് ഇഹ്സാനും. വനുഷിറത്ത് സ്വഹായിഫുൽ അഅ്മാലി തുഅഖദു ബിൽ യമീനി വശ്ശിമാലി തുബാ ലിമൻ യഅഖുദു ബിൽ യമീനി കിതാബഹു ബുശ്റാ ബിഹൂരിൻ ഐനി വൽവൈലു ലിൽ ആഖിദി ബിശ്ശിമാലി വറാഅ ളഹ്രിൽ ജഹീമി സാലി والوزن بالقسط فلا ظلم ولا يؤخذ عبد بسوى ما عملا فبين ناج راجح ميزانه ومقرف أو باقف عدوانه وينسب الجسر بلا امتراء كما أتى في محكم الأنباء يجوزه الناس على أحوال بقدر كسبهم من الأعمال فبين مجتاز إلى الجنان ومسرف يكب في النيران والنار والجنة حق وهما موجودتان لا فناء لهما وحوض خير الخلق وحق وبه يشرب في الأخرى جميع حزبه كذا له لواء حمد ينشر وتحته الرسل جميعا تحشر كذا له الشفاعة العظمى كما قد خصه الله بها تكرما من بعد إذن الله لا كما يرى كل قبوري على الله افترى يشفع أولا إلى الرحمن في فصل القضاء بين أهل الموقف من بعد أن يطلبها الناس إلى كل أولي العزم الهداة الفضل وثانيا يشفع في استفتاح دار النعيم لأولي الفلاح هذا وهاتان الشفاعتان قد خصتا به بلا نكران وثالثا يشفع في أقوام ماتوا على دين الهدى الإسلامي وأوبقتهم كثرة الآثام فأدخل النار بذا الإجرام أن يخرجوا منها إلى الجنان بفضل رب العرش ذي الإحسان وبعده يشفع كل مرسل وكل عبد ذي صلاح وولي ويخرج الله من النيران جميع من مات على الإيمان في نهر الحياة يطرحون فحما فيحيون وينبتون كأنما ينبت في هيئاته عب حميل السيل في حافاته وسادس الإيمان بالأقدار فأيقنا بها ولا تماري فكل شيء بقضاء وقدر والكل في أم الكتاب مستطر
ലനൗ അലാ അദ്വാ വലാ തീറ വലാ അമ്മാ ഖളല്ലാഹു തആല ഹിവല ലൗല ലഹാ മാത വലാ സഫറ കദാ ബിമാ ഖബ്ബറ സയ്യിദുൽ ബശർ വസാലിസു മർതബത്തിൻ അൽ ഇഹ്സാനി وثالث مرتبة الإحسان وتلك أعلاها لدى الرحمن وهي رسوخ القلب في العرفان حتى يكون الغيب كالعيان ونشرت صحائف الأعمال تؤخذ باليمين والشمال ونشرت നിവർത്തപ്പെടും സഹായിഫുൽ അമാൽ കർമ്മത്തിൻ്റെ രേഖകൾ സഹീഫത്തുൽ അമാലുകൾ ഓരോരുത്തരും തുഖദു സ്വീകരിക്കപ്പെടും ബിൽ യമീനി വലത് കൈകൊണ്ടും വഷിമാലി ഇടത് കൈകൊണ്ടും. അപ്പോൾ വലതു ഭാഗത്ത് കിതാബ് നൽകപ്പെടുന്നവരുണ്ടാവും, ഇടതു ഭാഗത്ത് കിതാബ് നൽകപ്പെടുന്നവരുണ്ടാവും. അല്ലെങ്കിൽ വലതു ഭാഗത്ത് ലഭിച്ചവരാണ് ഭാഗ്യവാന്മാർ. തൂബാ ലിമൻ യഖൂദു ബിൽ യമീനി കിതാബഹു ബുശ്റാ ബിഹൂരിൻ ഐനി. തുബ സന്തോഷ വാർത്ത, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് സ്വർഗത്തിലെ ഒരു മരം ആണ് അത് എന്നും പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ തണൽ വർഷങ്ങളോളം നടന്നാലും തീരാത്ത അത്ര തണലുണ്ടാകും എന്ന് പറയുന്നു. ലിമൻ യഖുദു ബിൽ യമീനി വലത് കൈകൊണ്ട് സ്വീകരിക്കുന്നവർ, സ്വന്തം കർമ്മരേഖകൾ വലത് കൈകൊണ്ട് സ്വീകരിക്കുന്നവർക്ക് നന്മ, സന്തോഷ വാർത്ത. കിതാബഹു അവൻ്റെ കിതാബ്, ബില്ലമീനി വലതു കൈകൊണ്ട്, കിതാബുഹു അവൻ്റെ കിതാബ് കർമ്മരേഖ, ബുഷറ സന്തോഷമായിട്ട്, സന്തോഷ വാർത്തയായിട്ട്. ബിഹൂരിൻ ഐനി അവനെന്താണ്, ഹൂറിൽ ഇങ്ങളെ കൊണ്ട് സന്തോഷ വാർത്ത ഉണ്ടായിരിക്കും. സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് അനുയോജ്യരായ ഇണകളും ഉണ്ടായിരിക്കും. വൽവൈലു ലിൽ ആഖിദി ബിശ്ശിമാലി വറഅ ളഹ്രി ലിൽ ജഹീമി സ്വാലി. വൽവൈലു, വൈൽ എന്ന നരകം, അല്ലെങ്കിൽ വൈൽ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് നാശം എന്നും പറയാം. ലിൽ ആഖിദി ബിശ്ശിമാലി ഇടത് കൈകൊണ്ട് ഗ്രന്ഥം, കിതാബ്, കർമ്മരേഖ സ്വീകരിക്കുന്നവർക്ക് നാശം, വൈൽ എന്ന നരകം. വറഅ ളഹ്രി അതായത് അവരുടെ പിറകു വശത്തുകൂടി, മുതുകു ഭാഗത്തുകൂടി കിതാബ് നൽകപ്പെടുന്നവർ. ലിൽ ജഹീമി സ്വാലി അവർ ജഹീം നരകത്തിൽ ചേരുന്നതാണ്, കത്തിയെരിയുന്നതാണ് എന്നാണ്. വൽവസ്നു ബിൽ ഖിസ്തി ഫലാ ളുൽമ വലാ യുഖാദു അബ്ദുൻ ബിസിവാ മാ അമില. വൽവസ്നു തൂക്കം, മീസാൻ എന്ന ത്രാസ് ഉണ്ടാകും. ബിൽ ഖിസ്തി നീതിപൂർവമായിട്ട്, നീതിയോടുകൂടിയായിരിക്കും ത്രാസ് തൂക്കപ്പെടുക ഓരോരുത്തരുടെയും കർമ്മങ്ങൾ. ഫലാ ളുൽമ അപ്പോൾ അക്രമമില്ല. വലാ യുഖാദു അബ്ദുൻ ഒരു ദാസനും പിടിക്കപ്പെടുന്നതല്ല, ശിക്ഷിക്കപ്പെടുന്നതല്ല, പിടികൂടപ്പെടുന്നതല്ല. ബി സിവാമ അമില അവൻ കർമ്മം ചെയ്തത് കൊണ്ടല്ലാതെ. അപ്പോൾ തൻ്റെ കർമ്മഫലം തന്നെയാണ് താൻ അവിടെ ശിക്ഷയായിട്ട് അനുഭവിക്കേണ്ടി വരിക എന്ന്. ഫബൈന നാജിൻ റാജിഹുൻ മീസാനുഹു വമുഖ്രിഫിൻ ഔബഖഹു ഉദ്വാനുഹു. വമുഖ്രിഫിൻ എന്നായിരിക്കാൻ സാധ്യത. ഫബൈന നാജിൻ റാജിഹുൻ മീസാനുഹു. അപ്പോൾ നാജി എന്ന് പറഞ്ഞാൽ വിജയിച്ചയാൾ, അവൻ്റെ മീസാൻ കനം തൂങ്ങിയവൻ, മീസാൻ പ്രബലമായവൻ, അതായത് അവൻ്റെ നന്മയുടെ ത്രാസ് കനം തൂങ്ങിയവൻ, അവനിടയിലും. അതേപോലെ മുഖരിഫിൻ ഔബഖഹു ഉദ്വാനുഹു. മുഖരിഫ് എന്ന് പറഞ്ഞാൽ നിരാശപ്പെട്ടവൻ, ഔബഖഹു അവൻ നാശത്തിൽ അകപ്പെടുത്തി, ഉദ്വാനുഹു അവൻ്റെ ശത്രുത, സത്യത്തോടുള്ള അവൻ്റെ ശത്രുത. അങ്ങനെ ഉള്ളവർക്കിടയിൽ അവിടെ ഫസ്ൽ ചെയ്യപ്പെടും എന്നതാണ്, വേർതിരിക്കപ്പെടും. വയുൻസബുൽ ജിസ്റു ബിലംതിറാഇ കമാ അതാ ഫീ മുഹ്കമിൽ അംബാഇ. വയുൻസബു നാട്ടപ്പെടും, സ്ഥാപിക്കപ്പെടും, അൽ ജിസ്റു പാലം, ബിലംതിറാഇ ഒരു സംശയവുമില്ലാതെ, അതായത് ജഹന്നം എന്ന നരകത്തിന് കുറുകെയുള്ള ജിസ്ർ പാലം. കമാ അതാ വന്നിട്ടുള്ളതുപോലെ ഫീ മുഹ്കമിൽ അംബാഇ വൃത്താന്തങ്ങളിൽ, അതായത് വ്യക്തമായിട്ടുള്ള വൃത്താന്തങ്ങളിൽ വന്നിട്ടുണ്ട്, ഹദീസുകളിൽ സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് യജൂസുഹുന്നാസു അലാ അഹ്വാലി ബിഖദ്രി കസ്ബിഹിം മിനൽ അഅ്മാലി. യജൂസു ആ പാലത്തെ,
വിട്ടുകടക്കും അന്നാസു ജനങ്ങൾ മനുഷ്യർ അല അഹ്വാലും പല അവസ്ഥകളിൽ ബിഖദിരിക്കസ്ബിഹിം അവരുടെ സമ്പാദ്യത്തിൻ്റെ കർമ്മമിനൽ അഴമാലികളിൽ നിന്ന് അവരുടെ കർമ്മങ്ങളിൽ നിന്നുള്ള സമ്പാദ്യത്തിൻ്റെ കണക്കനുസരിച്ച്. അപ്പോൾ സൽക്കർമ്മികളായ ആളുകൾ അവരുടെ സൽക്കർമ്മത്തിൻ്റെ തോതനുസരിച്ച് ആണ് ആ പാലം കടന്ന് സ്വർഗത്തിലെത്തുന്നത് എന്നർത്ഥം. അല്ലാത്ത മുജ്രിമീങ്ങൾ അവർ ആ പാലത്തിന് താഴെ ജഹന്നം എന്ന നരകക്കുണ്ടിലേക്ക് വീഴുന്നതാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ നമ്മെല്ലാം. ഫബൈന മുജ്താസിൻ ഇലൽ ജീനാനി വമുസ്രിഫിൻ യുകബ്ബു ഫിന്നീറാനി. അപ്പോൾ മുജ്താസ് എന്ന് പറഞ്ഞാൽ വിട്ടുകിടക്കുന്നവൻ, ഇലൽ ജിനാനി ജന്നത്തിലേക്ക് സ്വർഗത്തിലേക്ക് വിട്ടുകിടക്കുന്നവർക്കിടയിലും, അതേപോലെ വമുസ്രിഫിൻ അതിക്രമം ചെയ്തവൻ, ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ദൂർത്തുന്ന കർത്തകൾ. അപ്പോൾ അതിക്രമം ചെയ്തവൻ ഇടയിലും വിധിക്കപ്പെടുകയാണ്. യുക്കബ്ബു ഫിന്നീറാനി, യുക്കബ്ബു മുഖം കുത്തി വീഴ്ത്തപ്പെടുന്ന, ഫിന്നീറാനി നരകത്തിൽ. ഒരു കൂട്ടർ ജിനാനിലേക്കും ഒരു കൂട്ടർ നീറാനിലേക്കും. ജിനാൻ സ്വർഗം, നീറാൻ നരകം. നാറിൻ്റെ ജമ്മാണ് നീറാൻ, ജന്നത്ത് ജിനാൻ ജമ്മാന്നാണ് തോന്നുന്നത്. ഇനി അടുത്ത് വന്നാറു വൽ ജന്നതു ഹഖ്ഖുൻ വഹുമാ മൗജൂദതാനി ലാ ഫനാഅ ലഹുമാ. വന്നാറു അപ്പോൾ നരകവും വൽ ജന്നത്തു സ്വർഗവും ഹഖ്ഖുൻ സത്യമാണ്, വഹുമാ അവ രണ്ടും മൗജൂദതാനി നിലവിലുള്ളതാണ്, ലാ ഫനാഅ ലഹുമാ അത് രണ്ടിനും നാശമില്ല. അപ്പോൾ ആ സ്വർഗത്തിലേക്ക് ഇടപെട്ടാൽ പിന്നെ അവിടെ തന്നെ സ്വർഗത്തിൽ ശാശ്വതമാണ്. നരകത്തിൽ ഇടപെട്ടാൽ സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ ധാരാളം പാപങ്ങളുള്ളവരാണെങ്കിൽ അവർ നിശ്ചിത പാപങ്ങൾക്ക് ഉള്ള ശിക്ഷ അനുഭവിച്ച ശേഷം അവർ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നതാണ്. അല്ലാത്തവരിലൊക്കെ നരകത്തിൽ ഖാലിദീങ്ങളായിരിക്കും, ശാശ്വതവാസികൾ ആയിരിക്കും. സത്യനിഷേധികളായ ആളുകളൊക്കെ, ഷിർക്ക് ചെയ്ത ആളുകളൊക്കെ, ഷിർക്കിലായി മരിച്ചവർ. വഹൗദു ഖൈറിൽ ഖൽഖി ഹഖ്ഖുൻ വബിഹി യശ്റബു ഫിൽ ഉഖ്റാ ജമീഉ ഹിസ്ബിഹി. വഹൗദു ഖൈറിൽ ഖൽഖി സൃഷ്ടികളിൽ ഉത്തമരായവരുടെ ഹൗദുൽ കൗസർ എന്ന ഹൗദ് തടാകം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായിട്ട് അധികാരം നൽകപ്പെട്ടിട്ടുള്ള ഹൗദുൽ കൗസർ ഹഖ്ഖുൻ അത് സത്യമാണ്, വബിഹി യശ്റബു ഫിൽ ഉഖ്റാ എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ പരലോകത്ത് അത് കൊണ്ട് കുടിക്കും എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ആളുകൾ കുടിക്കും സത്യവിശ്വാസികൾ. ജമീഉ ഹിസ്ബിഹി നബിയുടെ മുഴുവൻ കക്ഷിയും എന്ന് പറഞ്ഞാൽ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾ സത്യവിശ്വാസികൾ കുടിക്കും എന്നതാണ്. അല്ലാത്തവരൊക്കെ നബിയുടെ ഉമ്മത്ത് എന്ന് വിചാരിക്കുന്ന ചിലർ പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ബിദ്അത്തിൽ അകപ്പെട്ടവർ അവരെ എൻ്റെ ഉമ്മത്താണെന്ന് പറഞ്ഞ് നബി പറയുമ്പോൾ നബിയോട് പറയപ്പെടും, താങ്കൾക്ക് ശേഷം അവർ ബിദ്അത്ത് പ്രവർത്തിച്ചു എന്ന് ആശയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. അങ്ങനെ അവരോട് സുഹത്തൻ സുഹ്ഖോ എന്ന് പറയുന്ന രംഗമൊക്കെ ഉണ്ടല്ലോ, ദൂരെ അവരെ അകറ്റിയാട്ടപ്പെടും. അപ്രകാരം തന്നെ ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാവും ലിവാ ഉൽ ഹംദ് എന്നൊരു പതാക, ഒരു കൊടി. യുൻഷറു അത് നിവർത്തപ്പെടും. വതഹ്തഹു ആ കൊടിക്ക് താഴെ അർറുസുലു ജമീഅൻ തുഹ്ഷറു മുഴുവൻ മുർസലീങ്ങളും അംബിയ മുർസലീങ്ങളും സമ്മേളിക്കപ്പെടും. കദാലഹു ശഫാഅത്തുൽ ഉമുമാ കമാ ഖദ് ഖസ്സഹു അല്ലാഹു ബിഹാ തകർറുമ. കദാലഹു അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകും അഷ്ഫാഅത്തുൽ ഉളുമാ മഹത്തായ ഷഫാഅത്ത് പലതരമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്താണ് ഷഫാഅത്തുൽ ഉളുമ, ഏറ്റവും വലിയ ഷഫാഅത്ത്, ശുപാർശ. കമാ ഖദ് ഖസ്സഹു അല്ലാഹു അവർക്ക് നബി അവർക്ക് പ്രത്യേകമായി നൽകിയത് പോലെ ബിഹ അതുകൊണ്ട് തകർറുമ ആദരവ് എന്ന നിലയിൽ. എങ്ങനെയാണ് ഷഫാഅത്ത്? നബി ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഷഫാഅത്ത് എന്നതല്ല, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്, അള്ളാഹു തിരഞ്ഞെടുത്തവർക്ക് മാത്രം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ആണ് ഷഫാഅത്ത് എന്ന്. മിൻ ബഅദി ഇദ്നില്ലാഹി ലാ കമാ യറാ കുല്ലു ഖുബൂരിൻ അലല്ലാഹി ഇഫ്തറാ. മിൻ ബഅദി ഇദ്നില്ലാഹി അള്ളാഹുവിൻ്റെ അനുമതി കിട്ടിയ ശേഷം, അള്ളാഹുവിൻ്റെ അനുമതിക്ക് ശേഷം ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യുക. ലാ കമാ യറാ കുല്ലു ഖുബൂരിൻ എല്ലാ ഖുബൂരികളും കാണുന്നത് പോലെ മനസ്സിലാക്കുന്നത് പോലെയല്ല എന്ന്.
അല്ലാഹിഫ്തറ, അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ചുകൊണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ ഷഫാഅത്ത് ചെയ്യുക എന്നതല്ല. ഒരു ഷാഫിയക്കും അങ്ങനെ കഴിയുകയും ഇല്ല. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ ഷഫാഅത്ത് ഇല്ല. അള്ളാഹു തിരഞ്ഞെടുത്തവർക്ക് മാത്രമാണ് ഷഫാഅത്ത്. യശ്ഫഉ അവ്വലൻ ഇലർ റഹ്മാനി ഫീ ഫസ്ലിൽ ഖദാഇ ബൈന അഹ്ലിൽ മൗഖിഫി. യശ്ഫഉ അവ്വലൻ, ആദ്യം ഷഫാഅത്ത് ചെയ്യുന്ന നബി ഇലർ റഹ്മാനി, റഹ്മാനിലേക്ക്, ഫി ഫസ്ലിൽ ഖദാ, ഫസ്ലിൽ ഖദാഇന് വേണ്ടിയിട്ട്. അതായത് മഹ്ശറയിൽ സൂര്യൻ വളരെ അടുത്ത് നിൽക്കുന്ന സമയത്ത്, സൂര്യൻ തലക്ക് മുകളിൽ, തൊട്ട് മുകളിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരും വലിയ ചൂടിൽ ബദ്ധപ്പാടിലും ബേജാറിലും ആകുമ്പോൾ അതിലൊരു തീരുമാനത്തിന് വേണ്ടിയിട്ടുള്ള ഷഫായത്താണ് ആദ്യത്തെ ഷഫായത്ത്. മൗഖിഫ്, അഹ്ലുൽ മൗഖിഫ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നവർ, അതായത് മഹ്ശറയിൽ നിൽക്കുന്നവർ. മിൻ ബഅദി അൻ യത്ലുബഹൻ നാസു ഇലാ കുല്ലു ഉലിൽ അസ്മിൽ ഹുദാത്തിൽ ഫദ്ല. ജനങ്ങൾ ആ ഷഫാഅത്ത് തേടിയ ശേഷം ആരോട്? കുല്ലി ഉലുൽ അസ്മി അൽ ഹുദാത്തി, മാർഗദർശകരായ ഉലുൽ അസ്മുകളായ നബിമാരോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത മറ്റെല്ലാ നബിമാരോടും ആദ്യം ഷഫാഅത്ത് തേടും ജനങ്ങൾ, അൽ ഫദ്ല, ശ്രേഷ്ഠവാന്മാരായ. എന്നിട്ട് അവസാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യുന്നത്. വസാനിയൻ യശ്ഫഉ ഫി ഇസ്തിഫ്താഹി ദാരിൻ നഈമി ലിഉലിൽ ഫലാഹി. രണ്ടാമത്തെ ഷഫാഅത്ത് അതാണ് നബിയുടെ. വസാനിയൻ, രണ്ടാമത്തേതായിട്ട്, യശ്ഫഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യും. ഫിസ്തിഫ്താഹി, തുറക്കാൻ തേടിക്കൊണ്ട്. ദാരിൻ നഈം, ദാരിൻ നഈം, നഈം, ദാരിൻ നഈം എന്ന് പറയുന്നത് സ്വർഗം, ഐശ്വര്യഭവനം, സ്വർഗഭവനം തുറക്കുന്നതിന് വേണ്ടി, ലി ഉലിൽ ഫലാഹി, വിജയികൾക്ക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യം സ്വർഗത്തിൻ്റെ അടുത്തില്ല, വാതിൽ തുറക്കാൻ വാതിൽ മുട്ടും. ആരാന്ന് ചോദിക്കുമ്പോൾ നബി ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പറയും. ആ രൂപത്തിൽ ഹദീസ്, ആശയത്തിൽ ഹദീസ് കാണാം. അങ്ങനെ നബിക്ക് മുമ്പ് ഇതാർക്കും തുറന്നു കൊടുക്കരുത് എന്ന് കൽപ്പനയുണ്ട് എന്ന് പറയപ്പെടും. അപ്പോൾ സ്വർഗം തുറക്കാനുള്ള ഷഫാഅത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുമെന്നതാണ്. ഹാദാ വഹാതാനി ഷഫാഅതാനി ഖദ് ഖുസ്സത ബിഹി ബിലാ നുക്റാനി. ഹാദാ, ഇത്, ഈ ഹാത്താനി, ഈ രണ്ട് ഷഫാഅത്തും, ഹാത്താനി ഷഫാഅത്താനി, അത് രണ്ടും നിരാകരണമില്ലാതെ, നുക്റാനില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമാക്കപ്പെട്ടതാണ് എന്നതാണ്. വസാലിസൻ യശ്ഫഉ ഫീ അഖ്വാമിൻ മാതു അലാ ദീനിൽ ഹുദൽ ഇസ്ലാമി. ഇനി ഇസ്ലാം ദീനിലായിക്കൊണ്ട് മരിച്ച ആളുകൾക്ക് വേണ്ടിയുള്ള ഷഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തും പ്രത്യേകമായിട്ട് വേറെ. വഔബഖതുഹും കസറത്തുൽ ആസാമി ഫഉദ്ഖിലുൻ നാറ ബിദൽ ഇജ്റാമി. അപ്പോൾ ദീനിലായിട്ട്, ഈമാനിലായിട്ട് മരിച്ചതെങ്കിലും അവരിൽ പലർക്കും ഔബഖതുഹും, അവർ നശിപ്പിച്ചു, കസറത്തുൽ ആസാമി, കുറ്റങ്ങളുടെ ആധിക്യം, ധാരാളം തെറ്റുകൾ ചെയ്തവരാണ് അവർ. അങ്ങനെയുള്ള തെറ്റുകൾ കാരണമായിട്ട് അവർ ഫഉദ്ഖിലു, അതിനാൽ അവർ പ്രവേശിപ്പിക്കപ്പെട്ടു, അന്നാറ, നരകത്തിൽ, ബിദൽ ഇജ്റാമി, ആ കുറ്റം കാരണം, ആ തെറ്റുകൾ പ്രവർത്തിച്ചത് കാരണം. അപ്പോൾ തെറ്റുകൾക്ക് ഇവിടുന്ന് മാപ്പാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ആദ്യഘട്ടത്തിൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. അതല്ലെങ്കിൽ ഇൻഷാ അള്ളാഹ്, അള്ളാഹുവിൻ്റെ മഷിയത്തിൽ അള്ളാഹു ഒന്നുകിൽ അവൻ്റെ ഉദ്ദേശപ്രകാരം ആദ്യഘട്ടത്തിൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അല്ലെങ്കിൽ അവൻ്റെ നിശ്ചയപ്രകാരം അവൻ നരകത്തിൽ നിശ്ചിതകാലം പ്രവേശിപ്പിച്ച ശേഷം അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അപ്പോൾ അതിനുള്ള ഷഫാഅത്താണ് മൂന്നാമത്തെ ഷഫാഅത്ത് പറഞ്ഞത്. അയ്യഖ്റുജു മിൻഹാ ഇലൽ ജിനാനി ബിഫദ്ലി റബ്ബിൽ അർശി ദിൽ ഇഹ്സാനി. അയ്യഖ്റുജു മിൻഹാ, ആ നരകത്തിൽ നിന്ന് അവർ പുറപ്പെടാൻ, ഇലൽ ജിനാനി, സ്വർഗത്തിലേക്ക്, ബിഫദ്ലി റബ്ബിൽ അർശി ദിൽ ഇഹ്സാനി, ഇഹ്സാനുடைய, നന്മയുടയവനായ, അർഷിൻ്റെ ഉടമസ്ഥനായ, അർഷിൻ്റെ റബ്ബായ അള്ളാഹുവിൻ്റെ ഔദാര്യത്താൽ. വബഅദഹു യശ്ഫഉ കുല്ലു മുർസലിൻ വകുല്ലു അബ്ദിൻ ദി സ്വലാഹിൻ വവലി. അതിനുശേഷം എല്ലാ മുർസലീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും ഔലിയാക്കളുടെയും ഒക്കെ ഷഫാഅത്ത് ഉണ്ടാവും. വയുഖ്രിജുല്ലാഹു മിനൻ നീറാനി ജമീഅ മൻ മാത അലൽ ഈമാനി. അള്ളാഹു വയുഖ്രിജുല്ലാഹു, അള്ളാഹു പുറപ്പെടുവിക്കുന്നു, മിനൻ നീറാനി, നരകത്തിൽ നിന്ന്, ജമീഅ, എല്ലാവരെയും, മൻ മാത അലൽ ഈമാൻ, ഈമാനിലായിട്ട്, തൗഹീദിലായിട്ട് മരിച്ച, ഷിർക്കില്ലാതെ മരിച്ച ആളുകൾ.
ഫി നഹ്റിൽ ഹയാതി യുത്റഹൂന ഫഹ്മൻ ഫയുഹ്യൗന വയംബൂതൂന. നെഹ്റുൽ ഹയാത്തിൽ അവർ മുക്കപ്പെടും, അവർ ഇടപെടും. യുത്റഹൂന പറഞ്ഞാൽ അവർ ഇടപെടും. നെഹ്റുൽ ഹയാത്തിൽ ജീവൻ്റെ നദി എന്ന ഒരു നദിയിൽ അവർ ഇടപെടും. കാരണം എന്താണ്? ഫഹ്മൻ, എന്തായിട്ടാണ് അവർ ഇടപെടുന്നത്? കോൾ, കരിയായിട്ട് അവരാകെ കരിഞ്ഞിട്ടുണ്ടാവും. അവരുടെ ആ സുജൂദിൻ്റെ സ്ഥാനങ്ങളല്ലാതെ ഒക്കെ ഭാഗങ്ങളൊക്കെ അവരുടെ ഒരുപക്ഷെ അവരുടെ തെറ്റുകെട്ട തോതനുസരിച്ച് കരിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ആ കരിയായിട്ടുള്ള അവരുടെ ശരീരങ്ങളെ നെഹ്റുൽ ഹയാത്തിൽ മുക്കും. ഫയുഹ്യൗന, അവർക്ക് ജീവൻ നൽകപ്പെടും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ജീവൻ നൽകപ്പെടും. ഫയംബുതൂന, അങ്ങനെ അവർ പൊട്ടിമുളക്കും. കഅന്നമാ യംബുതു ഫീ ഹൈഅതിഹി അബു ഹമീലി സൈലി ഫീ ഹാഫാതിഹി. അബ് എന്നാണോ ഹബ്ബ് എന്നാണോ എനിക്ക് സംശയമുണ്ട്. അബ് എന്നാണെങ്കിലും അർത്ഥം യോജിക്കുന്നു മനസ്സിലാകുന്നു. ഏതായാലും ഇതിൻ്റെ ആശയം, വെള്ളപ്പൊക്കം വന്നിട്ട് അതിൻ്റെ ആ വെള്ളപ്പൊക്കത്തിൻ്റെ മണ്ണൊലിച്ച് വന്നിട്ട് അതിൻ്റെ സൈഡിൽ ആ മണ്ണിൽ നിന്ന് ചെടികൾ കിളിർത്ത്, വിത്തുകൾ മുളച്ച് ചെടികൾ കിളിർത്ത് വരുന്നത് പോലെ ആ ജഹന്നമിൽ നിന്നുള്ള ആളുകൾ, വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അവരുടെ ശിക്ഷാകാലാവധി കഴിഞ്ഞിട്ട് വന്ന ആളുകൾ, അങ്ങനെ അവർ തെളിഞ്ഞു വരും എന്നതാണ്. വസാദിസുൽ ഈമാനു ബിൽ അഖ്ദാരി ഫൈഖിറൻ ബിഹാ വലാ തുമാരി. ഇനി അപ്പോൾ 5 ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അള്ളാഹുവിൽ, മലക്കുകളിൽ, കിതാബുകൾ, മുർസലീങ്ങളിൽ, അന്ത്യനാളിൽ ഒക്കെ വിശ്വസിക്കൽ. ഇനി അസ്സാദിസു, 6-മത്തത് അൽ ഈമാനു ബിൽ അഖ്ദാരി, ഖദറുകളിലുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ ഖലാ ഖദറിലുള്ള വിശ്വാസം. ഫൈഖിറൻ, അതിനാൽ നീ ഉറപ്പിക്കുക. അവിടെ തഖ്ഫീഫിൻ്റെ നൂനാണ്. തക്കീദിൻ്റെ നൂന് സഖീലൻ്റെതും ഹഫീഫ ആയിട്ടുള്ള നൂനുണ്ടല്ലോ, അതിൽ ഹഫീഫയുടെ നൂനാണ്. ഫൈഖിറൻ എന്ന നൂന്. അതിനാൽ നീ ഉറപ്പിച്ചു കൊള്ളുക, തീർച്ചയായിട്ടും ഉറപ്പിച്ചു കൊള്ളുക. ബിഹാദുകൊണ്ട് ആ ഖദറിലുള്ള വിശ്വാസം ഉറപ്പിക്കണം എന്നർത്ഥം. വലാ തുമാരി, അതിൽ നിനക്ക് റൈബ് വേണ്ട, സംശയം വേണ്ട, മിറിയത്ത് വേണ്ട, സംശയം വേണ്ട എന്ന് സംശയിക്കരുത്. فكل شيء بقضاء وقدر والكل في الكتاب مستطر. فكل شيء, അപ്പോൾ എല്ലാ കാര്യവും بقضاء وقدر, അള്ളാഹുവിൻ്റെ ഖലാ ഖദർ പ്രകാരമാണ്. വൽക്കുല്ലു, എല്ലാ കാര്യവും ഫി കിതാബി, കിതാബിൽ, അള്ളാഹുവിൻ്റെ കിതാബിൽ, ആ രേഖയിൽ, മുസ്തതർ, അത് രേഖപ്പെടുത്തപ്പെട്ടതാണ്. പിന്നെ ഈ വിശ്വാസങ്ങൾ ഒക്കെ വേണം. എന്താ? ലനൗ അലാ അദ്വാ വലാ തിയറ വലാ അമ്മാ ഖലല്ലാഹു തആല ഹിവലാ. ലനൗ, അനൗ എന്ന് പറഞ്ഞ സംഗതിയില്ല. എന്താണ്? നക്ഷത്രം നോക്കിയിട്ട് പല കാര്യങ്ങളും തീരുമാനിക്കുക. നക്ഷത്രങ്ങളാണ് ഭാഗതയങ്ങൾ നിർണ്ണയിക്കുന്നത് എന്ന വിശ്വാസം, ആ ജാഹിലിയത്തിൻ്റെ വിശ്വാസം, അത് പാടില്ല. അദ്വ പാടില്ല. അദ്വ എന്ന് പറഞ്ഞാൽ ഒരു രോഗം മറ്റൊരാളിലേക്ക് അള്ളാഹുവിൻ്റെ നിശ്ചയമില്ലാതെ സ്വയം തന്നെ പകരുമെന്ന വിശ്വാസം. അതല്ലാതെ ചില രോഗങ്ങൾ പകരും എന്നത് ഹദീസ് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഫിർറമൻ മിനൽ മജ്ദൂമി കമാത്ത ഫിർറു ബനൽ അസദ്. അസദ് സിംഹത്തിൽ നിന്ന് നീ ഓടി അകലുന്നത് പോലെ കുഷ്ഠരോഗിയിൽ നിന്ന്, കുഷ്ഠം ബാധിച്ചയാളിൽ നീ ഓടി അകലുക എന്ന് ഹദീസിൽ കാണാം. അതായത് അതിനാവശ്യമായിട്ടുള്ള സംരക്ഷണങ്ങൾ, പ്രതിരോധങ്ങൾ, സൂക്ഷ്മതൊക്കെ പാലിക്കണം. രോഗം വ്യാപനത്തിന് എതിരായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നതാണ് ആ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ ഹദീസ് തന്നെയാണ്, അതും തീർത്തുന്നുള്ള ഇല്ല എന്ന് പറഞ്ഞ ഹദീസ് തന്നെ അതിൻ്റെ ഭാഗത്ത് ഇത് പറയുന്നുണ്ട്. വല തുയ്യറത്തില്ല എന്ന് പറഞ്ഞാൽ പക്ഷികളെ കൊണ്ട് ഭാഗതയം, ശകുനം നോക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു ജാഹിലിയത്തിൽ. പക്ഷികൾ അങ്ങോട്ട് പോയാലിങ്ങനെ, ഇങ്ങോട്ട് പാറിയാലിങ്ങനെ എന്നതൊക്കെ. അപ്പോൾ അതൊന്നുമില്ല, അതൊന്നും ഇസ്ലാമിലില്ല. വല അമ്മാ ഖദല്ലാഹു തആല ഹിവല. അപ്പോൾ അള്ളാഹു വിധിച്ചതിൽ ഒരു മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല. ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊന്നും നൗ അദ്വ തീറ, ഇതൊന്നും വിശ്വാസം, ശരിയായ വിശ്വാസം അല്ല. ഗൗലില്ല. ഗൗല് എന്ന് പറഞ്ഞാൽ
ഈ മരുഭൂമികൾ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പിന്നെ ആളുകളെ വഴിതെറ്റിക്കുന്ന ജിന്ന് ആണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന വിശ്വാസമാണ്, അങ്ങനെ വഴിതെറ്റിക്കുന്ന ജിന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ എന്താണെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു സംഭവം നടക്കൂല. ഹാമത്തില്ല. ഹാമത്ത് എന്ന് പറഞ്ഞാൽ മറ്റേ ഭൂമത്ത്, കൂമൻ അല്ലെങ്കിൽ അതുപോലുള്ളൊരു ജീവി, ഒരു പക്ഷി, അത് വന്ന് ശബ്ദമിട്ടാൽ ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ മരിച്ചു പോകും എന്നുള്ള വിശ്വാസം, അതുപോലുള്ള അതുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങളൊക്കെ. സഫർ എന്ന് പറഞ്ഞാൽ 2 തരം വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, മുഹറമിനെ, പവിത്ര മാസത്തെ അവർ സഫറിലേക്ക് മാറ്റിയിരുന്നു അവരുടെ ചില കാര്യലാഭത്തിന് വേണ്ടിയിട്ട്. മുഹറം പവിത്ര മാസമാണ്, യുദ്ധനിഷിദ്ധമായ മാസമാണ്, അതിനെ സഫറിലേക്ക് മാറ്റി, അതാണ് നസി എന്ന് പറയുന്നത്. അതാണ് ഒരു പക്ഷേ ഉദ്ദേശിക്കപ്പെടുന്നത്. അതല്ല, വേറെയും വ്യാഖ്യാനമുണ്ട്. അതായിരിക്കും ഇവിടെ മിക്കവാറും ഉദ്ദേശം. ഈ സന്ദർഭം പരിഗണിക്കുമ്പോൾ, അതായത് ബത്തുനിൽ ഉള്ള ഒരു ദൂത്, വയറ്റിൽ ഉള്ള ഒരു പുഴു, അത് ഈ ആ കക്ഷിക്ക് വിശക്കുന്ന സമയത്ത് ആ ദൂത് പല പ്രശ്നങ്ങളുണ്ടാക്കും എന്നതാണ്. അങ്ങനെ ചില അന്ധവിശ്വാസങ്ങൾ. ഖമാ ബിദൽ വിദാ ഖബ്ബറ സയ്യിദുൽ ബഷർ, മനുഷ്യരുടെ സയ്യിദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നതാണ്. വസാലിസുൻ മർത്തബത്തുൽ ഇഹ്സാനി വതിൽക അഅ്ലാലദർ റഹ്മാനി. വസാലിസുൻ, മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ ഇഹ്സാൻ്റെ മർത്തബയാണ്. ഈമാൻ, ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. അപ്പോൾ ഇഹ്സാൻ്റെ മർത്തബയാണ് മൂന്നാമത്തത്, ഉയർന്ന മർത്തബയാണത്. വത്തിൽക്ക, അത് അലാഹ, അതിൻ്റെ ഏറ്റവും ഉന്നതിയിലുള്ളതാണ്. ലദർ റഹ്മാനി, റഹ്മാൻ്റെ വക്കൽ, അള്ളാഹുവിൻ്റെ അടുത്ത് ഉന്നതമായൊരു മർത്തബയാണ് ഇഹ്സാൻ. മുഹ്സിനീങ്ങളാകണം നമ്മൾ. വഹിയ റുസൂഹുൽ ഖൽബി ഫിൽ ഇർഫാനി ഹത്താ യകൂനൽ ഗൈബു കൽ അയ്യാനി. വഹിയ, ഈ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ റുസൂഹുൽ ഖൽബി, ഖൽബിൻ്റെ, ഹൃദയത്തിൻ്റെ ദൃഢചിത്തതയാണ്, പിന്നെ ദൃഢതയാണ്. ഫിൽ ഇർഫാനി, മാരിഫത്തിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിനെ അറിയുന്ന വിഷയത്തിൽ, ദീനിനെ അറിയുന്ന വിഷയത്തിൽ. ഹത്താ യക്കൂന, ഏതുവരെ, അത് ആകുന്നതുവരെ. എന്ത്? ഗൈബ്, അൽ ഗൈബ് ആകുന്നതുവരെ. കൽ അയ്യാനി, കൺമുന്നിൽ ഉള്ളതുപോലെ എന്ന് പറഞ്ഞാൽ അള്ളാഹെ നേരിട്ട് കാണുന്നോ അല്ലെങ്കിൽ ഗൈബായത് മനുഷ്യനെ അറിയും ആ അവസ്ഥയിൽ എന്നൊന്നുമല്ല. ഗൈബ് അള്ളാഹുവിന് മാത്രം അറിയുന്നതാണ്. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് ഗൈബ് അറിയില്ല. അതെന്താണ് പറഞ്ഞത്? അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക് എന്ന അവസ്ഥയിലെത്തുക. അൻ തഅ്ബുദല്ലാഹ, നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. കഅന്നക തറാഹ്, നീ അവനെ കാണുന്നുണ്ട് എന്ന പോലെ. യഥാർത്ഥത്തിൽ കാണുന്നില്ല, പക്ഷെ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അള്ളാഹുവിനെ നമ്മൾ കാണുന്നുണ്ട്, അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് നമുക്കറിയാം. പക്ഷേ അള്ളാഹുവിനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇബാദത്തിൽ എത്രമാത്രം ഇഖ്ലാസ് ഉണ്ടാകും. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ അവസ്ഥ തഖ്വ എത്തുക, ഈമാൻ എത്തുക. അതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നീ അവനെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ, അത് എന്ന് പറഞ്ഞാൽ കാണുന്നില്ല പക്ഷെ കാണുന്നുണ്ട് എങ്കിൽ എങ്ങനെയായിരിക്കും? അത്തരത്തിൽ ഒരു ലെവലിൽ നീ ഇബാദത്ത് ചെയ്യുക, മുഖ്ലിസാകുക എന്നതാണ്. അതാണ് ഗൈബ്. യാനെ പോലെയാകുക എന്ന് പറഞ്ഞാൽ, യാനാകുക എന്നല്ല, യാനെ പോലെയാകുക. കഅന്നക തറാഹ്,